പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. എന്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ അവകാശവും നിന്റെ ഓഹരിയുമായ ഞങ്ങളുടെ മക്കള്, നിന്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അങ്ങയുടെ മക്കള് കർത്താവേ, അവരെ നീ മാറോട് ചേർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്നെ സ്നേഹിച്ചപ്പോഴേ ദാവീദ് നിന്നെ സ്നേഹിച്ചപ്പോൾ ദാവീദിനെ നീയും അതുപോലെ സ്നേഹിച്ചു. ഏലിയ നിന്നെ സ്നേഹിച്ചപ്പോൾ ഏലിയയെ നീ അതുപോലെ സ്നേഹിച്ചു. ദൈവമേ, നിന്റെ സ്നേഹം തിരിച്ചറിയാൻ പറ്റാത്തതാണ് ശാപം എന്ന് പറയണത്. വേറെ ഒന്നുമല്ല ശാപം. ഒരു മനുഷ്യൻ്റെ ജന്മത്തിൻ്റെ ശാപം എന്ന് പറയണത് നിന്റെ ഹൃദയം മനസ്സിലാക്കാൻ പറ്റാത്തതാണ്. കർത്താവേ, ഞങ്ങളുടെ എല്ലാവരെയും നിന്നെ മനസ്സിലാക്കാൻ എല്ലാവരും കഴിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, അങ്ങയുടെ മക്കള് അവർക്ക് അങ്ങ് നൽകുന്ന ഓരോരോ ഹോംവർക്കുകൾ, ഗൃഹപാഠങ്ങളെല്ലാം അങ്ങയുടെ വലിയ സ്നേഹത്തെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള അങ്ങയുടെ ദൈവവിളിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഇന്ന് യാത്ര ചെയ്യുന്നവർ, രോഗികളായിരിക്കുന്നവർ, ഇന്ന് പ്രസവിക്കുന്നതിന് വേണ്ടി ഡേറ്റ് എടുക്കുന്ന അമ്മമാർ, ഇന്ന് പ്രഗ്നൻ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ കർത്താവേ, ഈ ടെസ്റ്റ് എങ്ങനെ വെക്കണമെന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ കണ്ണീരോടെ ഇട്ടിട്ട് പല പ്രാവശ്യം ഈശോൻ്റെ അമ്മയും മുത്തിക്കൊണ്ട് ആ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നവർക്കെല്ലാം നല്ല ഫലം കൊടുക്കണേ കർത്താവേ. അവർ കണ്ണുനീരോടെ അവർ കടന്നു പോകുന്നു, ജയഘോഷത്തോടെ അവർ കൊയ്ത കറ്റയുമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ കർത്താവ് സംഭവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ജോലി ചെയ്യപ്പെടുന്നവരെ, പരീക്ഷയ്ക്ക് പോകുന്നവരെ, റിസൾട്ട് നോക്കാൻ പോകുന്നവരെ, ജപ്തി നടപടിയിലേക്ക് പരിഹാരം കാണാൻ പോകുന്നവർ ആരെല്ലാം കർത്താവെ കണ്ണീരോടെ പോകുന്നു, അവരെല്ലാം ജയഘോഷത്തോടെ നിന്റെ നാമത്തിൽ വിളിച്ചുകൊണ്ട് കർത്താവെ തിരികെ വരാൻ ദൈവത്തെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ പരിശുദ്ധമ്മ ദൈവമാതാവ് യേശു ക്രിസ്തുവിനെ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും വളർത്തുകയും കുരിശിൻ്റെ ചുവട് നിൽക്കുകയും ദൈവത്തിന് നീതി നിറവേറ്റുകയും ചെയ്ത അമ്മ കന്യാസി മറിയം നിങ്ങളെ മാധ്യസ്ഥം വഹിക്കുകയും നിങ്ങളെ ആശീർവദിക്കുകയും ദൈവനാമം മഹത്വപ്പെടുത്താൻ വേണ്ടി പിതാവായ ദൈവം നിങ്ങളെ യേശു ക്രിസ്തു തിരഞ്ഞെടുത്തു എന്നുള്ള ബോധത്താൽ ദൈവത്തിലെ നമുക്ക് ജീവിക്കാം. ദൈവം നമ്മോടുകൂടെ. പ്രൈസ് ദി ലോർഡ്. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട്
മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മളിങ്ങനെ തമ്പ് ഇംപ്രഷൻ എടുക്കും, പക്ഷെ കമ്പ്യൂട്ടർ അത് റെക്കോർഡ് ചെയ്യത്തില്ല. എന്താ കാര്യം? ഇന്നലെ എന്താ കണ്ടത്? നമുക്കൊരു സ്നേഹം, ദൈവത്തിന് നമ്മളൊരു സ്നേഹം ഉണ്ടാകണം. ദൈവത്തിന് നമ്മുടെ സ്നേഹം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അടുത്ത് ഇഷ്ടപ്പെടും. അപ്പൊ മർക്കോസിന്റെ 3:13 എടുത്തേ. പിന്നെ അവൻ മുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ മലമുകളിലേക്ക് കയറിയെന്നാണ്. തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവന്റെ സമീപത്തേക്ക് ചെന്നു. അവനടുത്ത് സമീപത്തേക്ക് ചെയ്യുന്നു. അപ്പൊ അടുത്തേക്ക് വിളിക്കണതും ഇപ്പൊ നമ്മളെ വിളിച്ചാലും നമ്മളെ പ്രാർത്ഥന വിളിച്ചാലും സെയിമാണ്. മനസ്സിലായില്ലേ? നമ്മളെ വിളിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ പ്രാർത്ഥനയെ വിളിച്ചെന്ന് പറഞ്ഞാലും ഫലത്തിൽ സെയിമാണ്. ആരെ വിളിക്കണത്? 3:13 മർക്കോസിന് എന്താണ്? അവൻ തനിക്ക് ഇഷ്ടപ്പെട്ടവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇഷ്ടപ്പെട്ടവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചെന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവരെ അടുത്തേക്ക് വിളിക്കണത്. അപ്പൊ അതിൻ്റെ അർത്ഥം എന്താണ്? ഇഷ്ടപ്പെട്ടവരുടെ പ്രാർത്ഥനയായിരിക്കും ദൈവം സ്വീകരിക്കുകയും ചെയ്യണത്. ഉറപ്പല്ലേ? നമുക്കൊരു ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. എന്താണ്? നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ജീവിതത്തിലുള്ള പലതരത്തിലുള്ള സ്വഭാവങ്ങള് നമ്മളുടെ തന്നെ മൂഡ് ചേഞ്ച് ചെയ്യുകയും നമ്മുടെ തന്നെ സ്വഭാവപ്രകൃതി മാറുകയും നമുക്ക് നിരാശയും സങ്കടങ്ങളൊക്കെ വരുമ്പോൾ അതിനെല്ലാത്തിനെയും അതിജീവിക്കുവാൻ പുതിയ ചൈതന്യം കുതിപ്പ് ലഭിക്കുവാൻ കർത്താവേ, നിന്റെ വചനം നിന്നെ സ്നേഹിച്ച് നിന്റെ വചനത്തില് നിലനിന്നുകൊണ്ട് ഓരോ ദിവസത്തെയും അതാത് പ്രലോഭനങ്ങളെ അതാത് പ്രയാസങ്ങളെ അതിജീവിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. കർത്താവേ, ഓരോ വിഷയങ്ങള് മനസ്സിലലട്ടുമ്പോൾ ആത്മാവേ, യേശുവിന്റെ സ്നേഹത്തില് നിലനിൽക്കുവാൻ ആ സമയത്തെല്ലാം സാഹചര്യാധിഷ്ഠിതമായ കർത്താവിന്റെ വചനം പാലിക്കുവാൻ വിശ്വാസത്തില് ക്രിസ്തു വിശ്വാസത്തില് നിലനിൽക്കുവാൻ എന്നെ സഹായിക്കണമേ. നിൻ കൃപ മതിയെനിക്ക് നാഥാ, നീ മതിയെനിക്ക്. നിൻ കൃപ മതിയെനിക്ക്. ഒരു യാത്രയിൽ തിരുകൃപ മതിയെനിക്ക്. 45
45:5 വീണ്ടും വായിക്കുക. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഉൽപ്പത്തി 45:5. എന്നെ ഇവിടെ വിറ്റതോർത്ത് വീണ്ടും പ്രാർത്ഥിക്കുക. എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട. കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ട് അയച്ചത്. എന്താണ് കഴിഞ്ഞകാല ക്ലേശങ്ങളെ കുറിച്ചുള്ള ബൈബിളിൻ്റെ വേർഷൻ എന്താണ്? കർത്താവിൻ്റെ വചനം എന്താ പറയണത്? കഴിഞ്ഞ കാലത്ത് എന്ത് സംഭവിച്ചു? ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടവരുണ്ട്, ഇല്ലേ? ചിലപ്പോൾ പരീക്ഷയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി, ആ ഗൈഡിൻ്റെയോ അല്ലെങ്കിൽ ടീച്ചറിൻ്റെയോ പ്രത്യേക താല്പര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പഠന പരാജയം ഉണ്ടാകാം, എന്തെങ്കിലുമൊക്കെ പരാജയം ഉണ്ടാകും മനുഷ്യൻ്റെ ജീവിതത്തിൽ. ഇതിന് എല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ ഇകഴ്ത്തലുകളും സുവിശേഷ വിഹിതമായി സ്വീകരിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. സുവിശേഷ വിഹിതം എന്ന് പറയുമ്പോഴെന്താ? സുവിശേഷ വിഹിതമായി സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിനോട് ചേർത്ത് വെച്ച് സ്വീകരിക്കുക എന്നതിൻ്റെ അർത്ഥം. നമ്മോട് ചേർത്ത് വെച്ചല്ല, എന്നോട് അങ്ങനെ ചെയ്തതെന്നല്ലേ പറയണത്. അനിയത്തിനെ പഠിപ്പിച്ചു, ചേർത്തിനെ പഠിപ്പിച്ചു, എന്നെ പഠിപ്പിച്ചില്ലേ? അപ്പോൾ എന്നോട് ചേർത്ത് വെച്ചാണ് അവർ റെഫർ ചെയ്യണത്, ഇല്ലേ? അപ്പൻ എല്ലാവരുടെയും വീട്ടിൽ പോയി, അമ്മ അവരുടെ പ്രസവത്തിന് കാനഡയിൽ പോയി. ഞാൻ നാട്ടിൽ പ്രസവിച്ച് എന്നെ കാണാൻ വന്നില്ല. അപ്പം അമ്മ വരാഞ്ഞതല്ല, അവരെ കിടപ്പായിരുന്നു ആ സമയത്തെ. അവർക്ക് അങ്ങനെ വരുന്ന ശുശ്രൂഷിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ അല്ലായിരുന്നു. ആരോഗ്യമുള്ള കാലത്താണ് ചേടത്തി പ്രസവിച്ചത്. അനിയത്തിൻ്റെ പ്രസവ കാലമായപ്പോൾ അമ്മ ഭാഗത്തായി. പക്ഷെ അതൊക്കെ ഇവർക്ക് അറിയാം. എന്നാലും അത് വെച്ചോണ്ടൊരു ഒരു വിലപേശലാണ്. അമ്മയല്ലേ, ദാറ്റ് മീൻസ് ഇത് എന്നോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. മനസ്സിലായില്ലേ? നിങ്ങളുടെ സങ്കടങ്ങൾ എല്ലാം മറ്റുള്ളവരെ നിങ്ങൾ പഴിക്കുമ്പോഴും അവരങ്ങനെ ചെയ്തു എന്നോട് എന്ന് പറയുമ്പോഴും ബേസിക്കായിട്ട് വാട്ട് ഈസ് ഹാപ്പനിങ്? ആ സങ്കടങ്ങളെ നിങ്ങളോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ സുവിശേഷ വിഹിതമായ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറയുമ്പോഴേ അത് കുരിശ് കൃപയാക്കാൻ വേണ്ടിയുള്ള ഫോർമുലയാണ്. അപ്പോൾ നമ്മോട് ചേർക്കാൻ പറ്റത്തില്ല. പിന്നെ ആരോട് ചേർക്കണം? ക്രിസ്തുവിനോട് ചേർക്കണം. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പൗലോസ് പറയണത്. എന്താ പറയണത്? ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ പോരായ്മ എന്ത് സംഭവിച്ചു? ഞാൻ എൻ്റെ ശരീരത്തിൽ സംഭവിച്ചു. അപ്പോഴേ ക്രിസ്തുവിനോടാണ് ചേർക്കണത്. എൻ്റെ ശരീരത്തിൽ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനല്ല, ക്രിസ്തുവാണെന്ന് ജീവിക്കണമെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? ആ ക്രിസ്തുവിനോടാണ് ചേർത്ത് വെക്കണത്. മാനുഷികമായ പൗലോസിനോടല്ല ചേർത്ത് വെച്ചിരിക്കണത്. അതായത് എല്ലാം ക്രിസ്തുവിനോട് ചേർക്കപ്പെടേണ്ടതാണ്. നിൻ്റെ പരാജയം, നിൻ്റെ തോൽവി, മറ്റുള്ളവർ നിന്നോട് കാണിച്ച പാരവെപ്പും സൂചിവെപ്പും, നിന്നെ പാർശ്വവൽക്കരിച്ചതെല്ലാം, നിൻ്റെ എല്ലാ സ്ക്രാപ്പായിട്ടുള്ള എല്ലാ ഐറ്റംസും നീ ചേർക്കപ്പെടേണ്ട ഒരു വ്യക്തിയുണ്ട്. അവൻ്റെ പേര് ക്രിസ്തുവെന്നാണ്. അവൻ മരണം കൊണ്ട് അവസാനിപ്പിക്കാത്ത കൊണ്ടാണ് അവനെ ക്രിസ്തുവെന്ന് വിളിക്കേണ്ടത്. അവൻ്റെ പേരെന്ന് പറയണത് കർത്താവാണ്. ക്രിസ്തു കർത്താവാകണത് എപ്പോഴാണ്? അഭിഷിക്തൻ കർത്താവായി ഈശോ മിശിഹായാകണത് എപ്പോഴാണ്? അവൻ മരണത്തിന് പരിഹാരം ചെയ്തിട്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോഴാണ് അവൻ കർത്താവായിട്ട് മാറണത്. കൈയിട്ടിച്ച് കർത്താവിനെ നൽകണമേ. ഹല്ലേലൂയ. ശബ്ദത്തിലെ
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ് അത് ഭയങ്കരമായൊരു വചനമാണ്. 45:5 ഉൽപ്പത്തി പുസ്തകം എന്താണ്? ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ് ദൈവമാണ് എന്നെ. അപ്പം നിങ്ങളല്ല, നിങ്ങൾ ഉപകരണമായിരുന്നു. ഇതിൻ്റെ പിന്നിൽ ദൈവം ഉണ്ടായിരുന്നെന്നാണ് പറയണത്. എല്ലാ തോൽവിയുടെയും പരാജയത്തിൻ്റെയൊക്കെ പിന്നിൽ ഒരു വിശ്വാസിക്ക് ദൈവത്തെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. നീ ഒരു മനുഷ്യനെയാണ് കാണുന്നുണ്ടെങ്കിൽ നീ ഒരു വിശ്വാസിയെ തുടരുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. എല്ലാ പരാജയങ്ങളുടെ പിന്നിൽ ഇപ്പം നിനക്ക് കാനഡയിൽ പോകാൻ പറ്റിയില്ലെന്ന് വിചാരിച്ചോ? പറ്റിയില്ല. അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. വസ്തു വിൽക്കാൻ അപ്പം സംഭവിച്ചില്ല, അതിന് ചേടത്തിൽ സംഭവിച്ചില്ല. ഞങ്ങളുടെ ഓഹരി തന്നിട്ട് വിറ്റാൽ മതി, വിൽക്കുക തുലക്കുക എന്തുവേണം ചെയ്തോ, അത് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് തരാനുള്ള തന്നേക്കാൻ പറയാം. ബെൻഡിങ് ഇടുമ്പോൾ അപ്പൻ ഒന്നും ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ നിങ്ങൾ ജീവിതകാലം മുഴുവൻ മോന്തം കയറ്റി അപ്പൻ്റെ അടുത്ത് പറയും, ഇത് അവർ പറഞ്ഞ് കേട്ടില്ലേ, എനിക്ക് അന്ന് സഹായിച്ചെങ്കിൽ ഞാൻ ഇന്ന് എവിടെ ഇരിക്കും നമുക്ക് ആർക്കും അറിയത്തില്ല. നിങ്ങൾ എവിടെ ഇരുന്നാലും ദൈവത്തിൻ്റെ അടുത്തിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എവിടെ ഇരുന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. കൈ ഇടിച്ച് കിടത്താറുണ്ട്. വർത്തമാന കാലത്തെ കൃപയായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് ക്രിസ്തു. ക്രിസ്തു എല്ലാ ഭൂതകാല കുരിശിനെയും പരാജയങ്ങളെയും വർത്തമാനകാലത്ത് വിജയമായി കൺവേർട്ട് ചെയ്യും. അതുകൊണ്ടാണ് പൗലോസ് കൊളോസ്യസ് 1:24 വായിച്ച് സ്തുതിക്കട്ടെ 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 ഹല്ലേലൂയ കൊളോസ്യൻസ് 1:24 നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. ഒന്ന് പറഞ്ഞാൽ നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. അപ്പോഴേ ഇതുപോലെ സഭയ്ക്ക് വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെടുകയും ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങൾ അനുഭവിക്കുകയും ചെയ്തത്. അതുകൊണ്ടാണ് അത് പത്രോസ് അങ്ങനെ പറയത്തില്ല, പൗലോസ് അത് പറയും. കാര്യം പൗലോസിനോട് അത് പറഞ്ഞുകൊണ്ടാണ് അവനെ തള്ളി താഴെയിട്ടത്. എന്താണ്? നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്ത്? 9-ാം അധ്യായം ആക്സില്ലേ, അതവിടെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ എന്താ ചോദിച്ചത്? നീ എന്നെ പീഡിപ്പിക്കുന്ന എന്ത്? നിന്നെ ഞാൻ പീഡിപ്പിച്ചില്ലല്ലോ. വിശ്വാസികളെയല്ലേ പീഡിപ്പിച്ചതെന്ന് പൗലോസിന് പറയാം. പക്ഷേ ഈശോയ്ക്ക് വിശ്വാസികളൊന്നും മനസ്സാവില്ല, സഭ മാത്രമേ ഉള്ളൂ. എൻ്റെ ദൈവവേദന സഭ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ദൈവവേദന നിനക്ക് സഭയ്ക്ക് നൽകാനുള്ളത് എന്താണ്? പ്രാർത്ഥന മാത്രമല്ല, നിൻ്റെ ഇതുപോലെയുള്ള സഹനങ്ങളെ ക്രിസ്തുവിൻ്റെ കുരിശോട് ചേർത്ത് വെക്കുമ്പോഴേ സഭയ്ക്കായി കാഴ്ചവെക്കണം, പ്രാർത്ഥിക്കുക. കർത്താവേ ദൈവമേ, ഞാൻ ഭൂതകാലങ്ങൾ അനുഭവിച്ച സഹനങ്ങളെ ക്രിസ്തുവിനോടുകൂടി ചേർത്ത് വെക്കുമ്പോഴേ അതിന്റെ കൃപ സഭയിൽ നിറയാൻ സഭയ്ക്കായി കാഴ്ചവെക്കുന്നു. സഭയുടെ അഭിഷേകത്തിനായി കാഴ്ചവെക്കുന്നു. ഹല്ലേലൂയ. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അവനിങ്ങനെ വരക്കുമായിരുന്നെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈശോയുടെ രൂപമോ മാതാവിൻ്റെ രൂപമോ ഒന്നും വരച്ചിട്ടില്ല. പക്ഷേ അവൻ ഇന്ന് ഈശോയുടെയും മാതാവിൻ്റെയും രൂപം മരത്തിൽ കൊത്തി കളർ ചെയ്ത് ഇന്ന് അച്ഛന് കൊടുക്കുവാൻ വേണ്ടി എൻ്റെ കയ്യിൽ തന്നു വിട്ടിട്ടുണ്ട്. അമ്മ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞു. എനിക്ക് ഹസ്ബൻഡില്ല, ഞാൻ ഈ മോനും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇന്ന് വളരെയധികം സമാധാനത്തിൽ കഴിയുന്നു. ഇതാണ് അവൻ ഈശോയെ കൊത്തിയ രൂപം.
ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്താണ് നീല കളർ ചെയ്തതെന്ന്. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ കൃപാസന മാതാവ് പറഞ്ഞു നീ നീല കളറടിക്കെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ വൈകുന്നേരം ജോലിയും കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് കൃപാസനത്തിൽ അച്ഛന് കൊടുക്കാം, അച്ഛൻ നമുക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവനൊരു കുരിശും കൂടി കുത്തി തന്നിട്ടുണ്ടായിരുന്നു അച്ഛന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനത് മറന്നുപോയി എടുക്കാനായിട്ട്. അത്രയ്ക്കും മാതാവ് ഉടമ്പടിയിലൂടെ ഞങ്ങളെ വിശുദ്ധീകരിച്ചു. ഒത്തിരി മക്കളെ ഇവിടെ കൊണ്ടുവരാനും ഉടമ്പടി എടുപ്പിക്കുവാനും 2 സഹോദരങ്ങൾ മുസ്ലിം സഹോദരങ്ങളാണ്, അവരെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാനും ഒക്കെ എനിക്കിന്ന് സാധിക്കുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ കൊടകരയിൽ മാനസിക രോഗികളെ കാണാൻ പോവുകയും ഇവിടുത്തെ കൃപാസനം പത്രം എല്ലാവർക്കും കൊടുക്കുകയും പത്രം കൊടുത്ത എല്ലാവരോടും അമ്മയെക്കുറിച്ച് പറയുകയും ചെയ്യും. ഒരു പ്രാവശ്യം ഞാൻ വന്നപ്പോൾ എനിക്ക് പത്രം വാങ്ങിക്കുവാൻ പൈസയില്ലായിരുന്നു. ഞാൻ വളരെയധികം സങ്കടപ്പെട്ടു. മാതാവേ, എനിക്ക് പത്രം വാങ്ങിക്കാൻ പൈസയില്ല, ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് ഞാൻ ബസ്സിൽ കയറിയപ്പോൾ ഒരു സഹോദരിയുടെ കയ്യിൽ 3 കെട്ട് പേപ്പർ ഇരിക്കണം. ഞാൻ ചോദിച്ചു, സഹോദരി 1 കെട്ട് പേപ്പർ എനിക്ക് തരുവാന്ന് ചോദിച്ചു. ആ സഹോദരി പറഞ്ഞു, ഞാനിത് എങ്ങനെ തീർക്കുമെന്ന് ഓർക്കണമായിരുന്നു, ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞ് 2 കെട്ട് പേപ്പർ എനിക്ക് തന്നു. ആ പേപ്പറുകളെല്ലാം പ്രാർത്ഥിച്ച് എല്ലാവർക്കും കൊടുത്തിട്ടാണ് ഞാൻ വീട്ടിൽ പോയത്. അതുപോലെ ഒരു ദിവസം ഞാൻ വീട്ടിൽ വന്നപ്പോൾ ചേട്ടനും അനിയനും കൂടി വഴക്കിട്ട് ഇരുമ്പ് കമ്പി കൊണ്ട് അടിച്ച് അനിയനെ വല്ലാത്തൊരവസ്ഥയിലാക്കിയേക്കണ്. സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. ഞാൻ അവിടെ നിന്ന് കലൂര് ജോലിക്ക് പോയിട്ട് പോകുന്ന വഴി ഒരു കൊച്ചെനിക്ക് കൃപാസനം പേപ്പർ തന്ന് ആ പേപ്പർ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് കഴിയുമ്പോഴാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇവൻ മൂത്താൾ പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ വഴക്കുണ്ടായി, അവനെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞ്. ഞാൻ വിചാരിച്ച് ഈ കൊച്ചിൻ്റെ അവസ്ഥ കണ്ടാലേ മൂത്താളെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. ചെറിയത് ഈ ഒരു അവസ്ഥയിലും ഞാൻ അങ്ങനെ മാതാവിൻ്റെ അടുത്ത് മുട്ടുകുത്തി വന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, അമ്മേ എത്രയേത് സങ്കടപ്പെടുന്ന സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഈശോയെ സ്തുതിക്കുവാനായിട്ട് കർത്താവ് എനിക്ക് കൃപ തന്ന് അനുഗ്രഹിക്കുന്നു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മേ എത്ര വിഷമിക്കണം ഞാൻ അമ്മയെന്ന്. അപ്പം ഈ കുഞ്ഞ് വാതിലടച്ചകത്ത് കിടക്കണയായിരുന്നു. അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ കൃപാസനം പേപ്പർ വാതിലിൻ്റെ അടിയിൽ കൊണ്ട് ഇട്ട് കൊടുക്കാൻ. ഞാൻ ആ കൃപാസനം പേപ്പർ വാതിലിൻ്റെ അടിയിൽ കൊണ്ട് ഇട്ടപ്പോൾ അവൻ വാതിൽ തുറന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, മാതാവേ ഈ കുഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് കിടക്കണേ എന്ന്. അവൻ പെട്ടെന്ന് ഇഴഞ്ഞ് വലിഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് കിടന്ന്. ഒരടി പോലും നടക്കാൻ പറ്റാത്ത കുഞ്ഞായിരുന്നു. അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, ഉപ്പിട്ട് നീ തിരുമ്മി പ്രാർത്ഥിക്കവനെ കാശുരൂപം വെച്ച് കുരിശിട്ട് പ്രാർത്ഥിക്ക്, വിശ്വാസം പ്രമാണം ചൊല്ലി. ഞാൻ ഇവൻ്റെ രക്തം കെട്ടിക്കിടക്കുന്ന ഭാഗങ്ങളിലെല്ലാം, ഒരു സ്ഥലമല്ല, നെഞ്ചിൻ്റെ ഭാഗം, കാലിൻ്റെ, കൈയുടെ ഈ സ്ഥലങ്ങളെല്ലാം ഞാൻ മാതാവിൻ്റെ വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ ഉപ്പ് കൊണ്ട് പ്രാർത്ഥിച്ചു. അമ്മേ എൻ്റെ മോനെ എത്രയും പെട്ടെന്ന് സൗഖ്യം തരണേ, 2:30 മണി എന്നുള്ള സമയമുണ്ടെങ്കിൽ എൻ്റെ മോനെ സൗഖ്യം തരണേ മാതാവേ, ഇല്ലെങ്കിൽ നാളെ ഇവനെ ആസ്പത്രിയിൽ അഡ്മിറ്റ് ആക്കേണ്ടി വരും, മൂത്താളെ പോലീസ് അറസ്റ്റ് ചെയ്യും. അങ്ങനെ വളരെ വിഷമിച്ചു. എന്നെ സഹായിക്കാൻ ആരുമില്ല, അമ്മയും ഈശോയും മാത്രമേ ഉള്ളൂ. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരക്ഷയ്ക്കായി യേശുനാമമില്ലാതെ മറ്റൊരു നാമമില്ലെന്ന് ഞാൻ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുന്നു അമ്മേ. അതുകൊണ്ട് അമ്മേ എൻ്റെ മോനെ സൗഖ്യം കൊടുക്കണേന്ന്. കറക്റ്റ് 2:30 മണിയായപ്പോൾ മാതാവ് അവൻ്റെ ശരീരത്തൊരു പാടുകൾ പോലുമില്ലാതെ അവനെ എഴുന്നേറ്റ് നടക്കാനായിട്ട് അനുവദിച്ചു. ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. പിന്നെ ഇതുവരെ അവരൊരിക്കലും വഴക്കിട്ട് ഞാൻ കണ്ടിട്ടില്ല. വളരെയധികം സ്നേഹത്തിൽ ജീവിക്കണം. അവർ സ്നേഹമാണെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ വഴക്കിടാറുണ്ട്. അന്നാണ് ആദ്യമായിട്ട് ഇത്രയും വഴക്കിട്ട് ഞാൻ കണ്ടേക്കണത്. ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ എന്നെ സഹായിക്കാൻ ആരുമില്ല, ഇനി ഒരിക്കലും വഴക്കിടരുതെന്ന്. ഇതുവരെ പിന്നെ അങ്ങനെ ഉണ്ടായിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ അമ്മയും ഈശോയും തന്ന ഇത്രയേറെ നന്മകൾക്ക് 1 കോടി നന്ദികൾ അർപ്പിക്കുന്നു. ആവേ മരിയ. എൻ്റെ പേര് രാജി. ഞാൻ കടപ്പളമറ്റം പാലയിൽ നിന്ന് വരുന്നു. ഞാൻ 2022 മെയ് 24 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്.
ആ സമയത്ത് ഞാൻ എൻ്റെ അങ്കിളിന് വേണ്ടി ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ വീട് കടപ്പളാമറ്റത്താണെങ്കിലും എനിക്ക് ജോലി എറണാകുളത്താണ്.